പാലമരത്തിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഒരു ചേട്ടൻ മരിച്ചെടുക്കുന്നത് കാണാനിടയായിട്ടുണ്ട്. ഭയങ്കര അതുപോലെ പലരും ഇങ്ങനെ ഇവിടെ മരിക്കാനിടയായിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, കുറച്ച് അധികം നാളുകളായി നമ്മളിപ്പോൾ ഒരു വീഡിയോ ചെയ്തിട്ട്. കുറച്ചധികം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു 3-4 മാസമായിട്ടുണ്ടാവും ഒരു വീഡിയോ നമ്മൾ പബ്ലിഷ് ചെയ്തിട്ട്. കാരണം എന്ന് വെച്ചാൽ നമുക്കിങ്ങനെ പേഴ്സണലി ചില പ്രോബ്ലംസ്, അത് നമ്മൾ മാനസികമായും ശാരീരികമായിട്ടൊക്കെ നമ്മളെ തളർത്തി കളയുന്ന ചില പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിൽ വന്നതുകൊണ്ട് നമുക്ക് മറ്റേ വീഡിയോസൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ഏറ്റവും അടുത്ത നമ്മുടെ സുഹൃത്തുക്കളും ഒരുപാട് വേണ്ടപ്പെട്ടവരൊക്കെ ഒരുപാട് നിർബന്ധിച്ചു നമ്മൾ വീണ്ടും പഴയ ഒരു രീതിയിലേക്കൊന്ന് ചേഞ്ചായി വരാൻ വേണ്ടിയിട്ട് വീഡിയോകൾ ചെയ്യുക, മറ്റു കാര്യങ്ങളൊക്കെ ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് ഒത്തിരി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇന്നിപ്പോൾ ഇറങ്ങിയേക്കാണ് വീഡിയോ ചെയ്യാനായിട്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് അല്പം തിരക്കേറിയ ഒരു റോട്ടിലാണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ മലയാറ്റൂർ അടിവാരത്തിന് അടുത്തായിട്ടാണ്. മലയാറ്റൂരിൽ നിന്ന് നമ്മൾ വൺ വേ വഴി ഈ തിരക്കുള്ള സമയങ്ങളൊക്കെ തിരുനാളുകളിലും അല്ലെങ്കിൽ അങ്ങനെ ഈസ്റ്ററിൻ്റെ കാഴ്ചകളിലൊക്കെ വാഹനങ്ങൾ വൺ വേ തിരിച്ച് വിടുന്ന ആ ഒരു വഴിക്കാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതായത് മലയാറ്റൂരിൽ നിന്ന് മഞ്ഞപ്ര അങ്കമാലി ഭാഗത്തേക്ക് വാഹനങ്ങൾ പോകുന്ന വഴിക്ക്. ഈ വഴിയിൽ നിന്നിട്ട് നമ്മുടെ വീഡിയോ ചെയ്യാനുള്ള കാരണമുണ്ട്. ഈ വഴിയിൽ വളരെ ഭയപ്പെടുത്തുന്ന ഒരു സംഭവം അരങ്ങേറുന്ന ഒരു സ്ഥലത്തിന് സമീപത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നിരവധി പേരുടെ മരണത്തിന് കാരണമായ, എണ്ണമറ്റ അപകടങ്ങൾക്ക് കാരണമാക്കിയ, മലയാറ്റൂരിലെ പേടിപ്പെടുത്തുന്ന ആ യക്ഷിയുടെ പാലമരത്തിൽ വസിക്കുന്ന യക്ഷിയുടെ ആ പാലമരത്തിനടുത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ വഴി നേരെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിരപ്പള്ളിക്കാണ് പോകുന്നത്. മലയാറ്റൂരിൽ നിന്ന് നമ്മൾക്ക് തിരിഞ്ഞ് വരുമ്പോൾ യുക്കാലി എന്ന് പറയുന്ന ഒരു ജംഗ്ഷനിൽ നിന്നും റൈറ്റ് പോയി കഴിഞ്ഞാൽ അതിരപ്പള്ളിയാണ്. അവിടുന്ന് ലെഫ്റ്റ് വരുന്ന ആ ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത്. നമുക്കിനി നമ്മളുടെ ആ നിരവധി ജീവനുകളെടുത്ത, രാത്രികാലങ്ങളിൽ ഇതിലെയുള്ള സഞ്ചാരികളെ ഭയപ്പെടുത്തുന്ന, എണ്ണമറ്റ അപകടങ്ങൾക്ക് കാരണക്കാരിയായ ആ യക്ഷി വസിക്കുന്ന പാലമരച്ചൂട്ടിലേക്ക് നമുക്ക് പോകാം. നമ്മളിങ്ങോട്ടേക്ക് പോകുന്ന വഴിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പർ റോഡാണ്. നല്ല ആ ഒരു വൈൽഡ് ആംബിയൻസും നല്ല കൂളിങ്ങാണ്. നട്ടുച്ചയ്ക്ക് ഇവിടെ വന്നാൽ പോലും നല്ല കൂളിങ്ങാണ്. നല്ല ഈ റൈഡേഴ്സിനൊക്കെ നല്ല ഹരം പകരുന്ന, ശരിക്കും ലഹരി കൊടുക്കുന്ന രീതിയിലുള്ള വളവുകളും ഒക്കെയാണ്. പക്ഷേ ഈ പോകുന്ന വഴിക്ക് എല്ലാം ഇങ്ങനെ നിരത്തി പിടിച്ച് ബോർഡുകൾ വെച്ചിട്ടുണ്ട്. സൂക്ഷിക്കണം, ആക്സിഡൻ്റ് ഏരിയ ആണ്, 30 കിലോമീറ്റർ വേഗത്തിൽ കൂടുതൽ പോകരുത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ബോർഡുകളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. എത്ര ബോർഡുകളും നോക്കി, ക്രോസിംഗ് ലൈനുകളൊക്കെ നോക്കി. അപകട മേഖലയാണ്. ഇവിടെ ആ ബോർഡിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് 100-ലധികം അപകടങ്ങൾ നടന്നു, അടുത്തത് നിങ്ങളാവാതിരിക്കട്ടെ. കാരണം ഇവിടെ സ്ഥിരം അപകടങ്ങൾ നടക്കുന്നൊരു സ്ഥലമാണ്. ഈ അപകടങ്ങളെല്ലാം ചെന്ന് കേന്ദ്രീകരിക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ പാലമരത്തിൻ്റെ ചൂട്ടിലേക്കാണ്. ഇവിടെ കണ്ടോ, ഇനി ബോർഡുകളില്ല, മുന്നറിയിപ്പുകളില്ല, ഇനി അപകട ഭീഷണികളില്ല. അതായത് കൃത്യമായി പറഞ്ഞാൽ ഈ പാലമരമാണ് യക്ഷി വസിക്കുന്നു എന്ന് പറയപ്പെടുന്ന ഇതാണ് ആ അപകടങ്ങളെല്ലാം ഒന്ന് കേന്ദ്രീകരിക്കുന്ന ആ പാലമരം. ഈ പാലമരച്ചൂട്ടിലാണ്. ഇവിടെ നമ്മൾക്ക് നോക്കിയാൽ തന്നെ കാണാം നിരവധി വാഹനങ്ങളുടെ വാഹനങ്ങളുടെ പാർട്സുകളാണ്. അപകടത്തിൽപ്പെട്ടവരുടെ ചെരുപ്പുകൾ ഇതിനകത്തേക്ക് ആ കാടിനകത്താണ് കൈയിൽ കൈകൊണ്ടെടുക്കാൻ ഉദ്ദേശിച്ചുള്ള ഹെൽമറ്റുകൾ, അതേപോലെ വണ്ടികളുടെ പാർട്സുകൾ, പൊട്ടിപ്പൊളിഞ്ഞ പാർട്സുകളൊക്കെ നമുക്കവിടെ കാണാം. ഇതുണ്ട്, ഇത് ഈ മരത്തിൽ തന്നെ ചാരി വെച്ചേക്കുന്ന ഇത് ഒരു വണ്ടിയുടെ ഗ്ലാസ്സാണിത്. ഏതോ കാറിൻ്റെയോ മറ്റോ ഗ്ലാസ്സാണ്. അത് കൂളിംഗ് ഫിലിം ഒട്ടിച്ച ഗ്ലാസ്സാണ്. എത്രയോ മരണങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. അപകടങ്ങൾക്ക് കണക്കില്ല, അത്രമാത്രം സംഭവിക്കുന്നു. എന്താണ് ഇതിൻ്റെ പുറകിലെ രഹസ്യം? ശരിക്കും പാലമരത്തിൽ യക്ഷിയുണ്ടോ?
പാലമരത്തിലെ യക്ഷിയുടെ കഥ അന്വേഷിച്ച് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങളോട് ഇവിടെയുള്ള നാട്ടുകാർ പറഞ്ഞതും ഒരേ ഒരു കാര്യമാണ്, ഈ റോഡിൻ്റെ അശാസ്ത്രീയമായ നിർമ്മാണ രീതി. അതാണ് ഈ അപകടങ്ങൾക്കെല്ലാം കാരണം. ഈ റോഡിൻ്റെ അശാസ്ത്രീയമായ നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായ സംഭവങ്ങളാണത്. നമുക്ക് കൃത്യമായിട്ട് നോക്കിയാൽ അറിയാം, ഈ റോഡ് ഈ സൈഡിലേക്ക് ഇങ്ങനെ ചരിഞ്ഞാണ് കിടക്കുന്നത്. പല ബോർഡുകളൊക്കെ, അപകട ബോർഡുകളൊക്കെ കാര്യമായിട്ടൊക്കെ പഞ്ചായത്തുകാരൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും അത്രയ്ക്കടെ ശ്രദ്ധയിൽപ്പെടാനുള്ള ആളുകൾ വന്ന് പിന്നെയും അപകടം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നല്ല സെറ്റപ്പായിട്ട് കിടക്കുന്ന റോഡ്, യാതൊരുവിധ കുണ്ടും കുഴികളോ വേറെ ഹമ്പുകളോ ഒന്നുമില്ലാത്ത റോഡ്. ആക്സിലേറ്ററിലേക്ക് നമ്മളറിയാതെ കൈ ഒന്ന് തിരിച്ചു പോകുന്ന ആ ഒരു ആംബിയൻസാണ്. അങ്ങനെ നല്ല സ്പീഡിൽ വരുമ്പോൾ ഈ വളവ് തിരിയുമ്പോൾ ഒരു പക്ഷേ ഓടിക്കുന്ന ആൾക്ക് വാഹനം കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് വാഹനം ഈ സൈഡിലേക്ക് പോകണം. ഇതിൽ പോകുമ്പോൾ സ്വാഭാവികമായും ഇവിടെയുള്ള റോഡ് സൈഡിൽ നിൽക്കുന്ന ഈ പാലമരത്തിലാണ് വാഹനങ്ങൾ, അല്ലെങ്കിൽ ഈ പാലമരത്തിൻ്റെ സമീപത്താണ് വാഹനങ്ങൾ കൂടുതലും അപകടത്തിൽപ്പെടുന്നത്. പാലമരത്തിന് സമീപം അപകടങ്ങൾ തുടർക്കഥയായതോടെ കെട്ടുകഥകൾക്ക് പഞ്ഞമില്ലാത്ത നാട്ടിൽ പുതിയ യക്ഷിക്കഥകളും രൂപപ്പെടാൻ തുടങ്ങി. അങ്ങനെ മലയാറ്റൂരിലെ പാലമരത്തിൽ യക്ഷി വാസമുറപ്പിച്ചു. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ പോലും ഞങ്ങൾ പലപ്പോഴും വളരെ അപകടം ഭയന്നാണ് ഞങ്ങൾ നിന്ന് ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലെ വരുന്ന പല വാഹനങ്ങളും അത്രമാത്രം വേഗത്തിലും അത്രമാത്രം അപകടകരമായിട്ടാണ് കടന്നു പോകുന്നത്. ഞാനെന്നും ഇതിലെ 2-3 പ്രാവശ്യം പോണ ഒരു വഴിയാണ്. അപ്പോൾ എന്ന് പോകുമ്പോഴായാലും മിക്ക ദിവസങ്ങളിലും ഇവിടെ എന്തെങ്കിലും ഒരു അപകടങ്ങൾ കാണാണ്ട് പോയിട്ടില്ല. ഇവിടെയുള്ള നാട്ടുകാർ ഒത്തിരി പരാതികൾ ഈ PWDയും അല്ലെങ്കിൽ റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട അധികാരികൾക്കൊക്കെ കൊടുത്തിട്ടും ഈ റോഡിൻ്റെ നിർമ്മാണത്തിലെ അപാകതകൾ പരിഹരിച്ച് അപകടങ്ങൾ ഇല്ലാതാക്കുന്നതിന് വേണ്ട നടപടി ഇതുവരെ ഇതിനു വേണ്ട ഉത്തരവാദിത്തപ്പെട്ടവരിൽ നിന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ അപകടങ്ങൾ തുടർക്കഥയായിക്കൊണ്ടിരിക്കുന്നു. ഉത്തരവാദിത്തപ്പെട്ടവർ കണ്ണു തുറന്ന് ഈ റോഡിൻ്റെ അപകടാവസ്ഥ പരിഹരിച്ചില്ലെങ്കിൽ ഇനിയും ഇവിടെ അപകടങ്ങൾ തുടർക്കഥയാകും. വിലപ്പെട്ട ജീവനുകൾ കൊഴിഞ്ഞുകൊണ്ടേയിരിക്കും. ഒപ്പം പാലമരത്തിലെ യക്ഷിയുടെ കഥകൾ വരും തലമുറയ്ക്ക് വീണ്ടും വീണ്ടും കൈമാറിക്കൊണ്ടുമിരിക്കും. കഥകളിലൂടെ ഇന്നും ഈ നൂറ്റാണ്ടിലും ഈ കാലഘട്ടത്തിലും ജീവിക്കുന്ന യക്ഷി മലയാറ്റൂരിലെ പാലമരത്തിൽ ഇന്നും സജീവമായി നിൽക്കുന്നു. അങ്ങ് സുമതി വളവ് പോലെ.